ലോകം മുഴുവൻ ഉറങ്ങുമായിരുന്നു അവളോടൊപ്പം. നമസ്തേ ഗംഗാമയാണ്. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഗാഢനിദ്രയിൽ നിന്ന് അവൾ ഞെട്ടി ഉണർന്നത് ഫോൺ വൈബ്രേഷൻ കേട്ടിട്ടായിരുന്നു. പെട്ടെന്ന് ഒരു മെസ്സേജ്. അത് ഇങ്ങനെയായിരുന്നു: ഡോണ്ട് ഇഗ്നോർ, ഇത് നിനക്കുള്ളതാണ്. അവൾ ഒരു നിമിഷം ആകെ നിശ്ചലമായി. പിന്നെ മെസ്സേജ് തുറന്നു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: നീ എന്നെ തിരയുന്നില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ നിന്റെ ആത്മാവ് എന്നെ തിരയുന്നുണ്ട്. അതെന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വീണ്ടും കൂടി. ആരാണ് ഈ രാത്രി, അർദ്ധരാത്രി എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ എന്നുള്ളൊരു ചിന്ത അവളിലേക്ക് വന്നു. പെട്ടെന്ന് ചില പഴയ ഓർമ്മകളെല്ലാം അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. വീണ്ടും ആ മെസ്സേജ് ഇങ്ങനെയാണ്: നിന്റെ ആത്മാവിന് എന്നെ പരിചയമുണ്ട്. അത് ഈ ജന്മത്തിലല്ല. ഇത് കേട്ടോട് കൂടിയിട്ട് അവള് ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട ഒരവസ്ഥയിലായിപ്പോയി. വീണ്ടും അവൾ ആ മെസ്സേജിലേക്ക് നോക്കി. നമ്മൾ പല ജന്മത്തിലും കണ്ടുമുട്ടിയിട്ടുള്ളവരാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ശൂന്യത നമ്മൾ കണ്ടുമുട്ടുമ്പോൾ തീരുന്നതാണ്. നീ എന്നെ കണ്ണിലൂടെയല്ല കണ്ടിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലൂടെയാണ്, നിന്റെ ആത്മാവിലൂടെയാണ് നീ എന്നെ തിരിച്ചറിയുക. ആ മെസ്സേജ് അവിടെ അവസാനിച്ചു. പിന്നെ ആ മെസ്സേജ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായ പോലെയായി. ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച വ്യക്തി ആരാന്ന് പോലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ആ നമ്പർ പോലും അപ്രത്യക്ഷമായി. ചില സമയങ്ങളിൽ നമുക്കുണ്ടാവുന്ന ചില ബന്ധങ്ങളാണ് ചില ഇത്തരം അനുഭവങ്ങൾ. കാരണം എന്താണെങ്കിലും ഒരു സോൾമേറ്റ് കണക്ഷൻ, പ്യുവർലി അങ്ങനെയാ പറയാൻ പറ്റുക, ഒരു സോൾമേറ്റ് കണക്ഷൻ. കാരണം എന്താണെങ്കിൽ ചില സ്നേഹങ്ങൾ ഈ ജന്മത്തിലാവില്ല തുടങ്ങണത്. അത് പല ജന്മങ്ങളിലൂടെ നമ്മൾക്ക് നടക്കുന്നതാണ്. ഈ സോൾമേറ്റ് ചില ഭാര്യ ഭർത്താക്കന്മാർ സോൾമേറ്റ് ആയി വരാം. അത് വളരെ അപൂർവമായിട്ട് റയറായിട്ടാണ് സംഭവിക്കുള്ളൂ. കാരണം ഇതൊരു കഥയല്ല. കാരണം എന്താ വെച്ചെങ്കിൽ പലർക്കും സംഭവിക്കുന്ന ഒരു കാർമിക് ലൂപ്പാണ്. നമ്മൾ ആരെയോ അന്വേഷിക്കണുണ്ടെന്ന് നമുക്കൊരു തോന്നൽ, നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടില്ല, നമ്മളുടെ ലൈഫ് ഇനിയും വരാനുണ്ട്, എന്തൊക്കെയോ നമ്മളിലൂടെ ഇനി നടക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ, നമ്മൾ ആരെയോ കണ്ടെത്താനുണ്ട്, നമ്മൾ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നമുക്ക് കൈപിടിച്ച് തരാനുണ്ട്, കൈപിടിച്ച് നടത്താനുണ്ട്. അതൊരു പ്രണയബന്ധമോ സെക്ഷൽ കോണ്ടാക്റ്റോ ആയിട്ടുള്ള ലൈഫ് ഒന്നും ആയിരിക്കില്ല. അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വാതായനങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വലിയ അവസരങ്ങളെല്ലാം കൊണ്ടുവന്ന് തരിക. അത്തരം ബന്ധങ്ങളായിരിക്കും. അവരിനായിട്ട് പ്രണയമല്ല അവിടെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, വളരെ റയർ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം. വളരെ റയർ അല്ലാത്തൊരു ബന്ധം, ഈ കാർമിക് ബന്ധം ഉണ്ടായിരിക്കും. അവർ പല ജന്മങ്ങളിലും നിങ്ങളായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ ജന്മത്തിൽ അവരിനായിട്ട് കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടനോട് കൂടിയിട്ട് നമ്മളിൽ ഒരു പൂർണ്ണത വരും. ഞാൻ ഈ വ്യക്തിനെയാണ് കണ്ടുമുട്ടാൻ കാത്തിരുന്നത്. ഈ വ്യക്തിയാണ് എനിക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരിക എൻ്റെ ലൈഫിൽ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഒരു സെക്യൂർ ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്ക് വളരെ സന്തോഷം തോന്നാൻ തുടങ്ങും. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നമുക്ക് നേടി എന്നുള്ളൊരു അനുഭവം ഉണ്ടായിരിക്കും. അവിടെ മുതൽ നമ്മുടെ ലൈഫിൽ വലിയ സക്സസ് വരും. അപ്പോൾ ആ മെസ്സേജ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്: നീ എന്നെ കണ്ടുകൊണ്ടല്ല കാണുന്നത്, നീ എൻ്റെ ഹൃദയത്തിലാണ്, നിന്റെ ഹൃദയത്തിലും നിന്റെ ആത്മാവാണ് എന്നെ കണ്ടെത്തിയേക്കണത്. തീർച്ചയാണ് ഒരു ആത്മബന്ധമായിരിക്കും ആ വ്യക്തിയായിട്ടുണ്ടാവുക. അവിടെ പ്രണയത്തിന് ഒരു പ്രയോറിറ്റി ഇല്ല കേട്ടോ. അപ്പോൾ ആ പ്രണയമല്ല അവിടെ ഉണ്ടാവുക. നിങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു ലൂപ്പ് ഉണ്ടായിരിക്കും. ഒരു റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും എല്ലാവരുടെ ജന്മത്തിലും. ആ ഒരു പൂർണ്ണത അവിടെ അവസാനിക്കുകയാണ്. ആ ഒരു കണ്ടുമുട്ടലിന് ആ പൂർണ്ണത അവസാനിക്കും. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തണം. ഇതൊരു തെറ്റിദ്ധാരണയോ തെറ്റിദ്ധരിപ്പിക്കലോ അല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന ബന്ധങ്ങളെല്ലാം പ്രണയബന്ധമല്ല. അത് മനസ്സിലാക്കണം. അതൊരു പ്രണയമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കരുത്. പ്രണയബന്ധമല്ല നിങ്ങളുടെ ലൈഫിലേക്ക് അത്തരം വ്യക്തികൾ കടന്നു വരുമ്പോൾ. അവർ നിങ്ങൾക്ക് വലിയൊരു ഗൈഡൻസ് ആയിരിക്കും തരിക. അവർ നിങ്ങൾക്ക് ആ ഗൈഡൻസിലേക്ക് അല്ലെങ്കിൽ ആ ഉയർച്ചയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിട്ട് അവരൊരു സുപ്രഭാതത്തിൽ മിസ്സാവാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം. പക്ഷെ അവരുടെ പിന്നാലെ നിങ്ങൾ തെരഞ്ഞു പോകുമ്പോൾ അത് വിഡ്ഢിത്തമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ട ഇട വരിക. ആ ദുഃഖം അനുഭവിക്കാൻ ഇട വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക, ഇതൊരു കാർമിക്
എനർജിയാണ്. തീർച്ചയായിട്ടും എന്നെ ഉയർത്താൻ വേണ്ടി വന്നിട്ടുള്ള യൂണിവേഴ്സൽ പറഞ്ഞിട്ടൊരു എനർജിയാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് ആ ബന്ധത്തെ കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലാക്കണം. നന്ദി, നമസ്തേ. ഇത്തരം അനുഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.